ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻസ് ഹെൽത്തി വിസ്ക്. ഇന്നത്തെ റെസിപ്പി പനീർ ബട്ടർ മസാലയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, പനീറും ബട്ടറിൻ്റെയും കൂടെ ഒരു മസാലയാണ്. ഇതിനകത്ത് നമ്മൾ ബട്ടറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, പ്ലസ് ടൊമാറ്റോയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറാണ് നമ്മൾ ഇതിന് വരുത്തുന്നത്. പനീർ എന്ന് പറയുമ്പം ഡയബറ്റിക് പേഷ്യൻസിനും കുട്ടികൾക്കും വെയിറ്റൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് പനീറിനകത്ത് പ്രോട്ടീനാണ് കൂടുതലുള്ളത്, കാൽഷ്യമും ഉണ്ട്. മാത്രമല്ല ലോ കാലറിക്കാണ്, കൊളസ്ട്രോൾ കുറവാണ്, നല്ല ഫാറ്റ് ഉള്ളതാണ്. ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് പനീർ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ ആദ്യമേ വേണ്ടത് പനീർ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. അപ്പോൾ ഈ പനീർ ഇപ്പം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഐസായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ ആ പനീറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ അവിടോട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ആ പനീർ ഐസുമായിട്ടൊക്കെ ഉള്ള പനീർ സോഫ്റ്റ് ആവും. പനീർ ഐസെല്ലാം ഒന്ന് പോയി സോഫ്റ്റ് ആവും. ആ സമയം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് പാൻ വെക്കണം. പാനിനകത്തോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തണുത്തായതുകൊണ്ടാണ് അത് അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ബട്ടറിനെ ആദ്യമേ ഉരുക്കുക. എന്നിട്ട് ഞാൻ ഒരു സവാള, അത് ഞാൻ സ്ക്വയറായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞതാണ്, അത് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് നമ്മളൊന്ന് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് അതൊന്ന് അവിടെ നിന്ന് വേവട്ടെ. അത് കഴിയുമ്പോൾ അതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് ടൊമാറ്റോ അടിച്ചത്. ഞാൻ 2 ടൊമാറ്റോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാഷ്യൂനട്ട്സ് ഒരു 12 കാഷ്യൂനട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലോണം ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് വേവട്ടെ അവിടെ നിന്ന്. എന്നിട്ട് അതൊന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കാം. അടച്ച് വെച്ച് വേവിക്കണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് അടച്ചു വെക്കാതെ വേവിക്കാം. അടച്ചു വെക്കുമ്പോൾ എളുപ്പം വെന്ത് കിട്ടുമല്ലോ നമുക്ക്. ഞാനിതിനകത്ത് ഉപ്പ് ഒന്നും ചേർക്കുന്നില്ല, ചുമ്മാ ഇത് 3 മാത്രമേ, പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കുന്നവരുമുണ്ട്, ഞാൻ പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയും സവാളയും കാഷ്യൂനട്ട്സ് ഇത് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ തക്കാളി ചേർക്കുമ്പം തക്കാളിയുടെ പേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. തക്കാളിയാണ് ഗ്രേവി. അപ്പോൾ അത് അതൊന്ന് ആറാൻ വെക്കുമ്പോഴത്തേന് നമുക്ക് പനീറൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പനീറിനെ എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, നമുക്ക് ചുമ്മാ 2 സൈഡ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഞാൻ ആ കല്ലിലോട്ട് ജസ്റ്റ് ഒരു എണ്ണ മാത്രം ഒന്ന് തൂത്തതേ ഉള്ളായിരുന്നു. എന്നിട്ട് പനീറെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ പനീറെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കതിനെ സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി ഞാൻ കരിഞ്ഞു പോയില്ല പനീർ, ജസ്റ്റ് ഒന്ന് കളർ മാറ്റി വരികയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം പനീർ കണ്ടില്ലേ, ഒത്തിരി കരിഞ്ഞു പോലെ, എന്നാൽ ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ ആവാനേ പാടുള്ളൂ. എന്നാലും നമ്മൾ ആ കറിക്കകത്തിടുമ്പോൾ അതിനൊരു ഭംഗി കാണുള്ളൂ. അപ്പം എല്ലാം സൈഡ്സും ഇപ്പോൾ ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പം എല്ലാം സൈഡ്സും കൂടെ എല്ലാം മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടൊന്ന് അതിനെ ഫ്രൈ ഒന്ന് ഷാലോ ഫ്രൈ പോലെ ആക്കിയെടുക്കുക. ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. ഇത് കഴിയുമ്പം ഈ പനീറിനെ ഡയറക്റ്റ് എടുത്ത് മാറ്റി വെക്കുക. ഇതിനെ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെക്കുമ്പം ആ പനീർ സോഫ്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ ഈ പനീർ ഇതുപോലെ തന്നെ നമ്മളൊരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പനീർ അവിടെ ഇരുന്ന് കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി അതിനകത്തോട്ട് ഇടുമ്പം പനീറിന് ഒരു കട്ടിയായിരിക്കും കടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിലോട്ട് ഞാൻ ആ പനീർ ഇട്ട് കൊടുക്കുവാണ്. അപ്പം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും പനീർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ കറിയിൽ കഴിക്കുമ്പോൾ പനീർ എത്ര സോഫ്റ്റ് ആയിരിക്കുമെന്ന്. ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാം പനീറും വെള്ളത്തിലോട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് മസാല ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ മസാല നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അതിനെ നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഓർക്കുക, ഞാൻ ഒരു സവാളയ്ക്കാണ് ഞാൻ 2 തക്കാളി എടുത്തത്. കാരണം നമുക്ക് തക്കാളിയാണ് കൂടുതൽ വേണ്ടത്. തക്കാളിയുടെയാണ് പേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ. അപ്പം ആ മസാല നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം അരച്ച് എടുക്കാം. അരച്ചെടുക്കണം.
ഒരു ക്രീമി ടെക്സ്ചറാണ് നമ്മൾക്കിതിനകത്ത് ഇതിന് വേണ്ടത്. അത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു പാൻ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തത്. അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പു, 2 ഏലക്കായ. ഗ്രാമ്പു ഞാനൊരു 3 ഗ്രാമ്പു 2 ഏലക്കയും കൂടാണ് ഇട്ട് കൊടുത്തത് മസാല. ഇതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി, ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. മുളക് പൊടിക്ക് എരി ഉണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ കൂടുതൽ എൻ്റെ മുളക് പൊടിക്ക് എരിയില്ല, കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഒട്ടും എരി ഇല്ലാത്തതാണ് ഞാൻ 2 ടീസ്പൂൺ എടുത്തത്. അപ്പം എരിയുടെ കണക്കിനനുസരിച്ച് അതിന് മാറ്റം വരുത്തിയാൽ മതി. അപ്പം നല്ലോണം അതിനെ ഒന്ന് സോട്ട് ചെയ്ത് ആ പൊടി കരിയല്ലേ, നമ്മൾ ഈ മസാല ഉണ്ടാക്കുമ്പോൾ കരിയല്ലേ, അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് അതൊന്ന് ആ ഒരു സ്മെല്ല് മാറി വരുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ക്രീമി ടെക്സ്ചറാണ് ആ പേസ്റ്റിന് തന്നെ. എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ആ പേസ്റ്റ് മൊത്തം ഒന്ന് ആ ഗ്രേവിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലുമൊക്കെ ബാക്കി വരുമല്ലോ ഗ്രേവിയൊക്കെ, അതിനകത്തോട്ട് ഇച്ചിരി വെള്ളം കൂടി കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം, കുറച്ചും കൂടി വെള്ളം, കാരണം ഗ്രേവി തിക്കാവുമായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം നമ്മളൊന്ന് ഗ്രേവി പരുവാക്കുക. അപ്പോൾ കണ്ടില്ലേ, ഗ്രേവി നല്ല തിക്കാണ്. ഇച്ചിരി കൂടി വെള്ളം ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവം മതി. ഇപ്പോഴാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ ഉപ്പിടേണ്ടി വരും. കാരണം ഗ്രേവിക്ക് ഒരു ചെറിയൊരു മധുരം കാണും. ടൊമാറ്റോ ആണല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്തത്. അപ്പം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതിൻ്റെ അത്രയും മതി. ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പച്ചമുളക് ഒട്ടും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മുളക് പൊടി ആദ്യമേ ഒരു 2 ടീസ്പൂൺ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്ത് നല്ലോണം ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഉപ്പൊന്ന് ചെക്ക് ചെയ്തപ്പോൾ ഇച്ചിരി കുറവായിരുന്നു ഉപ്പ് ഇച്ചിരി കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ആ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നുണ്ട്. ആ പനീർ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് ആ പനീർ നമുക്ക് ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ പനീരെല്ലാം നമ്മൾ ഗ്രേവിയിലോട്ടിട്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പനീർ എത്ര സോഫ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ ഇതിന് ബട്ടർ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ മസാലയ്ക്കകത്ത് മാത്രമേ ഞാൻ ബട്ടർ യൂസ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ഓയിൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇനി ലാസ്റ്റ് നമുക്ക് ഇച്ചിരി കസൂരി മേത്തി എടുത്ത് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എപ്പോഴും എടുത്ത് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് 2 കൈ കൊണ്ട് പൊടിച്ചിട്ട് വേണം നമ്മൾ കറിക്കകത്തോട്ടൊക്കെ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അത് നീളത്തിലൊക്കെ പൊടിയാതെ കിടക്കും. പൊടിഞ്ഞ് പോകുമ്പോൾ പിന്നെ അത്രയും കുഴപ്പമില്ല. കണ്ടില്ലേ, ഗ്രേവി എന്ത് തിക്കാണ് ഗ്രേവി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മസാല, ബട്ടർ മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, അവർക്ക് എത്തട്ടെ ഈ വീഡിയോ. ലൈക്ക് ചെയ്യുക. അപ്പം പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ഫ്രഷ് പനീർ ബട്ടർ മസാല റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിപ്പിക്കുക. ലാസ്റ്റിൽ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് ഇച്ചിരി മല്ലിയിലയും ഒരു കുറച്ച് ബട്ടറും കൂടി ഇട്ട് ചേർത്ത് കൊടുത്ത് ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മസാലയുടെ മണവും കൂടെ അടിക്കുമ്പോഴത്തേനും വായിൽ വെള്ളം വരും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.